يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. الحمد لله الولي الحميد، بلغنا بفضله العام الجديد، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، فاللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين. أما بعد، فأوصيكم عباد الله ونفسي بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ തൗഫീഖോടുകൂടി ഒരു പുതിയ വർഷത്തിലേക്ക്, ഹിജറ പുതിയ വർഷത്തിലേക്കാണ് നമ്മൾ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ പ്രവേശിക്കാൻ പോകുന്നത്. അതായത് ഹിജറ വർഷം 1447 പിന്നിടുകയും 1448 നമ്മൾ പ്രവേശിക്കുകയും ചെയ്യുകയാണ്. നാം ഓരോരുത്തരും ഈ അവസരത്തിൽ ചിന്തിക്കേണ്ടുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ വയസ്സ് കൂടിക്കൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ച് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ കണക്ക് കൂട്ടുന്ന സൂര്യവർഷക്കണക്കനുസരിച്ച് 33 വയസ്സായിട്ടുള്ള ആളുകളൊക്കെ +1 കൂടി അതിലേക്ക് ചേർക്കണം. അഥവാ 33 വയസ്സായവരൊക്കെ 34 വയസ്സായി എന്നാണ് മനസ്സിനെ പഠിപ്പിക്കേണ്ടത്. 60, 65 പിന്നിട്ടവർ 67 എന്ന് കണക്ക് കൂട്ടണം. ഹിജറ വർഷത്തിൻ്റെ പ്രത്യേകതയാണത്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറം നമ്മുടെ വയസ്സുകൾ എത്തിയിട്ടുണ്ട് എന്ന ഒരു ചിന്തയ്ക്ക് ഇടം നൽകുന്നു. ഹിജറ വർഷവുമായി നമ്മുടെ വയസ്സിനെയും നമ്മുടെ കാലത്തെയുമൊക്കെ താരതമ്യപ്പെടുത്തുമ്പോൾ ആയുഷ്കാലം പെട്ടെന്ന് തീർന്നു പോവുകയും നമുക്ക് എത്തിച്ചേരാനുള്ള ഖബറിലേക്കുള്ള നമ്മുടെ ദൂരം കുറഞ്ഞു വരികയും ചെയ്യുന്നു എന്ന് ചിന്തിക്കുമ്പോൾ എത്രത്തോളം മരണത്തിന് വേണ്ടി നമ്മളെല്ലാം തയ്യാറെടുത്തിട്ടുണ്ട് എന്നും തൻ്റേതായ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളെ ശുദ്ധീകരണം വരുത്തേണ്ട വിധത്തിൽ നാം എത്രത്തോളം ശുദ്ധീകരിച്ചിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും നമ്മളൊക്കെ ചിന്തിക്കേണ്ടുന്ന ഘട്ടമാണിത് എന്നാണ് എന്നെയും നിങ്ങളെയും ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുവാനുള്ളത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെയും സഹാബത്തിൻ്റെയും ജീവിതത്തിലുണ്ടായ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന പ്രയാസകരമായ ഒരു യാത്രയാണല്ലോ ഹിജറ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ജനിച്ച നാടായ മക്ക രാജ്യം വിട്ടുകൊണ്ട് മദീനയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്ന ആ ചരിത്രത്തിൻ്റെ ഓർമ്മകൾ ഓരോ ഹിജറ വർഷം പുതിയതായി കടന്നു വരുമ്പോഴും നമ്മുടെ മനോമുകുരങ്ങളിലേക്ക് തെളിഞ്ഞ് വരികയാണ്. നാം ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആ ഹിജറയിലൂടെ, സഹാബിമാരുടെ ആ പലായനത്തിലൂടെ എന്തെന്ത് ഗുണപാഠങ്ങളാണ് വിശ്വാസ മേഖലയിൽ നമുക്കത് പകർന്നു നൽകിയിട്ടുള്ളത് എന്ന്.
ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സ്വഹാബത്ത് കാണിച്ച അദമ്യമായ സ്നേഹത്തിൻ്റെ പാഠമാണതിൽ പ്രധാനപ്പെട്ട ഒരു വശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറക്ക് വേണ്ടി ഒരുങ്ങുന്നു, മക്ക വിടാൻ ഒരുങ്ങുന്നു എന്ന അഭിപ്രായം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കേട്ട മാത്രയിൽ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആദ്യം തന്നെ ചോദിക്കുന്നത് അസ്സുഹ്ബത യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങയുടെ കൂടെ യാത്ര ചെയ്യുവാനുള്ള ആ ഒരു അനുവാദം അങ്ങ് എനിക്ക് വിട്ടുതരണം. എന്തിനാണ് അങ്ങനെ ആവശ്യപ്പെട്ടത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഏറെ ദുർഘടമാണ് മദീനയിലേക്കുള്ള രക്ഷപ്പെട്ടു പോക്ക്, യാത്ര എന്നുള്ളത്. അറിയാത്തയാളല്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അതറിയുന്നത് കൊണ്ട് തന്നെയാണ്. അപകടകരമായ യാത്രയാണത്. ആ ഘട്ടത്തിൽ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഒരു പോറലുമേൽക്കാതെ മദീനയിലേക്ക് എത്തിക്കുവാൻ അവസരം ലഭിക്കുന്ന ഭാഗ്യവാൻ ഞാനായിരിക്കണം എന്ന ആ കണക്ക് കൂട്ടൽ തന്നെയാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിൻ്റെ റസൂലിനോട് അങ്ങയുടെ കൂടെ എന്നെ കൂട്ടണം എന്ന് അപേക്ഷിക്കുവാനും അഭ്യർത്ഥിക്കുവാനും കാരണമായത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ആ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവാദം കൊടുക്കുകയാണ്, അബൂബക്കറെ, നിന്നെ തന്നെയാണ് ഞാൻ കൂടെ കൂട്ടുന്നത് എന്ന്. മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ പാപ്പയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കൂടെ പോകാനുള്ള അനുവാദം കിട്ടിയ ആ രംഗം അവർ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ അന്ന അഹദൻ യബ്കി മിനൽ ഫറഹി ഹത്താ റഅയ്തു അബൂബക്കറിൻ യബ്കി യൗമഇദിൻ ഫറഹ. എൻ്റെ പിതാവ് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു സന്തോഷം കൊണ്ട് കരഞ്ഞ ആ കാഴ്ച കണ്ട അത്ര ഒരാളും സന്തോഷം കൊണ്ട് കരയുന്ന ഒരു കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന്. അത്രത്തോളം ഏറെ സന്തോഷിച്ചുകൊണ്ട് കരയുകയാണ് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു. എന്തേ കാരണം? മുത്ത് മുസ്തഫയെ സംരക്ഷിക്കാനും മുത്ത് മുസ്തഫയുടെ കൂടെ പോകുവാനും ഭാഗ്യം ലഭിക്കുന്ന ആ വ്യക്തി ഞാനായല്ലോ എന്ന സന്തോഷമാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കരയിപ്പിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. തുടർന്ന് യാത്രയുടെ ഓരോ ഘട്ടങ്ങളിലും അതീവ ജാഗ്രതയായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു കാണിച്ചിരുന്നത്. തന്നേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സംരക്ഷണത്തിനാണ് മുൻതൂക്കം നൽകിയത്. നടന്നു പോകുമ്പോഴും ഗുഹയിൽ കയറിയപ്പോഴുമൊക്കെ വലിയ ജാഗ്രതയായിരുന്നു കാണിച്ചിരുന്നത്. ശത്രുക്കൾ ഏതെങ്കിലും ഭാഗത്തുനിന്ന് വരുന്നുണ്ടോ എന്നറിയാൻ മുന്നിൽ നടന്നുകൊണ്ടും പിന്നിൽ നടന്നുകൊണ്ടും ഇടതുവശത്ത് നടന്നുകൊണ്ടും വലതുവശത്ത് നടന്നുകൊണ്ടുമൊക്കെ അതീവമായ ജാഗ്രത. ഗുഹക്കകത്ത് കയറിയപ്പോൾ ആകെ ഒരു നിരീക്ഷണം നടത്തിയിട്ട് പിന്നെ പേടിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേകമായ വാക്ക്, അള്ളാഹുവിൻ്റെ റസൂലേ, അതാ ശത്രു വന്ന് നിൽക്കുന്നു, ഒന്ന് കുനിഞ്ഞു നോക്കിയാൽ നമ്മെ കാണുമല്ലോ, പിടികൂടുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ മുത്ത് മുസ്തഫയാണ് ആശ്വസിപ്പിക്കുന്നത്. മാ ളന്നുക യാ അബൂബക്കർ, അബൂബക്കറെ, രണ്ടാളെ കുറിച്ച് നീ എന്താണ് ചിന്തിക്കുന്നത്? അല്ലാഹു സാലിസുഹുമാ, അവർക്ക് മൂന്നാമനായിക്കൊണ്ട് അള്ളയുണ്ട് എന്ന്. ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മനസ്സുകളിൽ അവിടെ ആശ്വാസവും സമാധാനവും ഇറക്കി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സംബന്ധിച്ച് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ശത്രുക്കൾക്ക് കുനിഞ്ഞു നോക്കുവാൻ തോന്നാത്ത വിധത്തിൽ ഇവിടെ ആരുമില്ല എന്നവരുടെ മനസ്സിൽ തോന്നിക്കൊണ്ട് അവർ തിരിഞ്ഞു പോയില്ലായിരുന്നുവെങ്കിൽ അവിടെ നടക്കുന്നത് അപകടകരമായ രംഗങ്ങളായി തീരുമായിരുന്നു. റബ്ബിന്റെ പ്രത്യേകമായ കാവൽ അവർക്കുണ്ടായി. അത് തന്നെയാണ് മുത്ത് മുസ്തഫായുടെ ആശ്വാസവാക്കുകളിലുമുള്ളത്. അബൂബക്കറെ, ഭീതിപ്പെടേണ്ടതില്ല, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, ദുഃഖിക്കരുത് അബൂബക്കറെ, പ്രയാസപ്പെടരുത്, അള്ളയുണ്ട് നമ്മുടെ കൂടെ എന്ന്. ഗുഹയിൽ നിന്ന് ഇറങ്ങി പിന്നീടുള്ള യാത്രയുടെ ഘട്ടങ്ങളിലും വലിയ ജാഗ്രത. അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടി വിശ്രമിക്കാൻ പലയിടങ്ങളിലും ഇടം തിരയുന്നു. തൻ്റെ വിശ്രമത്തെക്കാളപ്പുറം നബിതങ്ങൾക്ക് വിശ്രമിക്കാൻ ഇടം കണ്ടെത്തുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു താൻ ഭക്ഷണം കഴിക്കുന്നതിൻ്റെയും വെള്ളം കുടിക്കുന്നതിൻ്റെയും മുമ്പ് പ്രവാചകന്റെ ദാഹം തീർക്കാനും വിശപ്പ് തീർക്കാനും വേണ്ടി ശ്രമങ്ങൾ നടത്തിക്കൊണ്ട് ഒപ്പം നടന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇത്രത്തോളം അവരുടെ ഖൽബിൽ സത്യസന്ധവും ആത്മാർത്ഥവുമായ സ്നേഹം മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിറഞ്ഞു നിന്നിരുന്നു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അക്ഷരാർത്ഥത്തിൽ അവർ അതേ അനുസരണത്തോടെ
പിൻപറ്റുകയായിരുന്നു അവരുടെ ജീവിതം മുഴുവനും എന്ന് ചരിത്രം നമുക്ക് രേഖപ്പെടുത്തി തരികയാണ്. മദീന പ്രകാശപൂരിതമായ ദിവസമെന്നാണ് ചരിത്രം ഉദ്ഘോഷിച്ചിട്ടുള്ളത്. അവിടുന്ന് മദീനയിൽ എത്തിയ സമയം എന്ന്. സഹാബികളെല്ലാം സ്നേഹം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പൊതിയുകയാണ്. അത് കേവലം നമ്മുടെയൊന്നും കാലഘട്ടങ്ങളിലുള്ള വാക്കുകളാലും നാട്യങ്ങളാലുമുള്ള സ്നേഹപ്രകടനമായിരുന്നില്ല. ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെയുള്ള സ്നേഹം. ശത്രുക്കൾ പോലും ആ സ്നേഹപ്രകടനത്തിന്റെ മുമ്പിൽ തലകുനിച്ചു. അവര് പോലും സമ്മതിച്ചു. മാ റഅയ്തു അഹദൻ യുഹിബ്ബു അഹദാ കഹുബ്ബി അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദാ. ലോകത്തൊരാളും മുഹമ്മദിനെ സ്നേഹിക്കുന്നത് പോലെ, മുഹമ്മദിന്റെ അനുയായികൾ മുഹമ്മദിനെ സ്നേഹിക്കുന്നത് പോലെ ലോകത്താരും ഒരാളെയും സ്നേഹിക്കുന്നതായി എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല എന്ന് അക്കാലഘട്ടത്തിൽ എതിർപക്ഷത്തുണ്ടായിരുന്ന അബൂ സുഫിയാന്റെ വരെ സാക്ഷ്യപത്രം ചരിത്രം നമുക്ക് രേഖപ്പെടുത്തി തന്നിരിക്കുകയാണ്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു മാത്രമല്ല, തൻ്റെ കുടുംബത്തിലെ ഓരോ മെമ്പറും ഈ ഹിജറയുടെ ഘട്ടത്തിൽ സഹായികളായി മാറിയിട്ടുണ്ട്. മകളായ അസ്മാ റളിയല്ലാഹു തആല അൻഹയായിരുന്നു ആ യാത്രക്ക് വേണ്ടി പുറപ്പെടുന്ന പിതാവിന് വേണ്ടിയും നബിതങ്ങൾക്ക് വേണ്ടിയും ഭക്ഷണവും അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ പാത്രവുമൊക്കെ തയ്യാറാക്കി കൊടുത്തത്. നോക്കുമ്പോൾ അതീവ രഹസ്യമായ ആ യാത്രക്കൊരുങ്ങുമ്പോൾ ആ ഭക്ഷണപ്പൊതി കെട്ടാൻ ഒരു കയറില്ല, വെള്ളപ്പാത്രത്തിന്റെ തോൽപാത്രം ഭദ്രമായി കെട്ടിവെക്കാൻ ഒരു കയറില്ല. മഹദിയായ അസ്മാ റളിയല്ലാഹു തആല അൻഹ നിന്ന് പരിങ്ങുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്മാ, ആ അരപ്പട്ട കെട്ടിയിട്ടില്ലേ, വസ്ത്രം മുറുക്കി ഉടുക്കാൻ വേണ്ടി അന്നത്തെ അറബി പെണ്ണുങ്ങൾ ജോലിയെടുക്കുമ്പോൾ വസ്ത്രം ഒന്ന് പൊക്കിയെടുത്തുകൊണ്ട് മുറുക്കി കെട്ടാൻ അരയിൽ കെട്ടുന്നവരെ അരപ്പട്ടയുണ്ട്. അതൊരു തുണി കൊണ്ടുള്ള പട്ടയാണ്. അത് രണ്ടായി കീറാൻ പറഞ്ഞു. രണ്ടായി കീറിയിട്ട് ഒരു കീറ് കൊണ്ട് ഒരു കഷ്ണം കൊണ്ട് ഭക്ഷണ പൊതി കെട്ടി, ഒരു കഷ്ണം കൊണ്ട് തോൽപാത്രവും ഭദ്രമാക്കി കെട്ടി അവരെ യാത്രയച്ച രംഗം. ആ നേരത്ത് അള്ളാന്റെ റസൂൽ അവർക്ക് കൊടുത്ത പേരാണ് ദാത്തുൻ നിതാഖൈൻ. ദാത്തുൻ നിതാഖൈൻ എന്നാണ് അസ്മാ റളിയല്ലാഹു തആല അൻഹ ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ഹിജ്റ പോകുന്ന വേളയിൽ അവർ കാണിച്ച ആത്മാർത്ഥതയുടെ ആ ചരിത്രമാണ് ആ പേര് കിട്ടാൻ കാരണമെന്ന് ചരിത്രം നമുക്ക് രേഖപ്പെടുത്തി തരികയാണ്. മകനായ അബ്ദുല്ലാഹ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകനായ അബ്ദുല്ലാഹ് അവരുടെ യാത്രാവേളയിൽ ഒരു ഇന്റലിജൻസ് ബ്യൂറോ എന്ന രൂപത്തിലാണ് രഹസ്യ വിവരങ്ങൾ എത്തിക്കാനും ശേഖരിക്കാനും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ട് പിന്നാലെ കൂടിയത് എന്ന് ചരിത്രം പഠിപ്പിച്ചു തരുന്നു. തൻ്റെ വീട്ടിലെ വേലക്കാരനായിരുന്ന ആമിർ ഇബ്നു ഫുഹൈറയാണ് എല്ലാ അർത്ഥത്തിലും അവർക്ക് വേണ്ട രൂപത്തിലുള്ള മറ്റ് ചില കാര്യങ്ങൾക്ക് വേണ്ട ജാഗ്രതയും മുൻകരുതലുകളും എടുത്തത് എന്നും ചരിത്രം നമുക്ക് പകർന്നു തരികയാണ്. എന്തിനാണ് ഇതൊക്കെ നാം ഇപ്പോൾ ഓർക്കുന്നത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അത്രത്തോളം അവരൊക്കെ സ്നേഹിച്ചവരാണ്, അത്രത്തോളം ആ സ്നേഹത്തിൻ്റെ ആത്മാർത്ഥത പ്രകടിപ്പിച്ചവരാണ്. അതൊക്കെ അവരുടെ ജീവിതത്തിൽ കേവലം ചില നാട്യങ്ങളായിരുന്നില്ല. നബിതങ്ങളുടെ ശരീരത്തെ മാത്രമല്ല, അവിടുന്ന് പഠിപ്പിച്ച ആദർശത്തിൻ്റെ പേരിലും അവർ വലിയ തീവ്രതയുള്ളവരായിരുന്നു, കണിശതയുള്ളവരായിരുന്നു. സിദ്ദീഖ് എന്ന പേര് കിട്ടാൻ പോലും കാരണമായത് പലരും തള്ളിക്കളഞ്ഞ അത്ഭുതകരമായ സംഭവത്തെ കേട്ടപാടെ തന്നെ അംഗീകരിച്ചു എന്നുള്ളതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ മക്ക രാജ്യത്ത് നിന്ന് അങ്ങകലെയുള്ള ഫലസ്തീനിലുള്ള ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഒരൊറ്റ രാവ് കൊണ്ട് പോയി തിരിച്ചു വന്നു എന്ന അവിടുത്തെ ഇസ്രാ മിഅ്റാജ് യാത്രയെക്കുറിച്ച് അവിടുന്ന് പിറ്റേന്ന് വിവരിക്കുമ്പോൾ ആളുകളൊക്കെ തലയിൽ കൈവച്ച് പല മുനാഫിക്കുകളും അതേപോലെ തന്നെ മുശ്രിക്കുകളുമൊക്കെ അതിനെ പരിഹസിച്ചുകൊണ്ട് അതിനെ എതിർത്തുകൊണ്ട് സംസാരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഈ സംഭവം വിവരിക്കുമ്പോൾ അവിടെ സ്ഥലത്തില്ലാത്ത വ്യക്തിയായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. എന്നിട്ട് പോലും പിറ്റേന്ന് ആളുകൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സിളക്കാമെന്ന് വിചാരിച്ചു പോയി പറഞ്ഞു കൊടുത്തു, ഇതാ അങ്ങയുടെ കൂട്ടുകാരനില്ലേ, അയാളിപ്പോൾ വാദിക്കുന്നത്, അയാളിതാ ഇന്നലെ രാത്രി പോയി വന്നവത്രേ ഇന്ന യാത്രകളിലൊക്കെ എന്ന്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈമാനൊന്ന് ഇളക്കാമെന്ന് വിചാരിച്ചുകൊണ്ടായിരുന്നു ശത്രുക്കൾ അത് പറഞ്ഞത്. പക്ഷേ അത് കേട്ട മാത്രയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് അത് പറയാൻ വന്നവരോട് ഒരൊറ്റ ക്ലിയറിങ്സിന്റെ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരൊറ്റ കാര്യമേ തിരിച്ചു ചോദിക്കാനുണ്ടായിരുന്നുള്ളൂ. അവഖാല ദാലിക്,
എൻ്റെ നേതാവ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പറഞ്ഞു എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നബി തങ്ങൾ അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞതായി നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അത് ശരിയാണോ, ഉറപ്പാണോ? അതെ, അവിടുന്ന് അത് പറഞ്ഞു എന്ന് ഞങ്ങൾ ഈ കാതുകൊണ്ട് കേട്ടതാണ്. എങ്കിൽ അവിടുന്ന് പറഞ്ഞത് 100% സത്യമാണ് എന്ന് അംഗീകരിച്ച ആ നിമിഷം മുതൽ അതുവരെ അബൂബക്കർ എന്നറിയപ്പെട്ട മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ തിരുനാവിനാൽ സിദ്ദീഖ് എന്ന പ്രത്യേകമായ സ്ഥാനപ്പേരിന് അർഹത നേടുകയായിരുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? മുത്ത് മുസ്തഫ പഠിപ്പിച്ച ആശയങ്ങൾ മുഴുവനും സത്യസന്ധമാണെന്ന് അംഗീകരിക്കാനുള്ള ആ ഒരു വിനീതമായ മനസ്സ്. ഇന്ന് പലർക്കും വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിൽ പറയുന്ന വിഷയങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള ഇസ്ലാമിന്റെ പല നിയമങ്ങളും കേൾക്കുമ്പോൾ പുച്ഛം തോന്നുകയാണ്, അംഗീകരിക്കാൻ പ്രയാസം തോന്നുകയാണ്. എൻ്റെ ബുദ്ധി അത് തള്ളുന്നു എന്ന് പറയുകയാണ്. എൻ്റെ ബുദ്ധിക്കത് യോജിക്കില്ലെന്ന് മാത്രമല്ല, മാലോകരോടത് പറയുന്നത് നമുക്ക് ജാള്യതയാണെന്ന് വിചാരിച്ചുകൊണ്ട് ഇസ്ലാമികമായ പല നിയമങ്ങളെയും കൊഞ്ഞനം കുത്തുമ്പോൾ ചിന്തിക്കണം. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഉറച്ച ഈമാനാണ് വിശ്വാസികൾക്ക് ഏത് കാലഘട്ടങ്ങളിലും ഊർജം പ്രദാനം ചെയ്യുന്നത്. അള്ളാഹിന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ അതെന്റെ മനസ്സിന്റെ ബുദ്ധിക്കും യുക്തിക്കും യോജിക്കട്ടെ യോജിക്കാതിരിക്കട്ടെ, അവിടുന്ന് പറഞ്ഞത് മുഴുവനും സദഖ റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് 100% സത്യസന്ധമാണെന്നുള്ള ആ അംഗീകാരം. അതാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിന്റെ അടിസ്ഥാനപരമായ ക്വാളിറ്റി അതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതല്ലാതെ എൻ്റെ ബുദ്ധിക്ക് യോജിച്ചാലേ ഞാൻ ഇസ്ലാം ഉൾക്കൊള്ളൂ, എനിക്ക് യോജിക്കാത്തതൊക്കെ ഞാൻ തള്ളും എന്ന് പറയുന്നവൻ കപടനാണ്, അവൻ കാഫിറാണ്, അവൻ ഒരിക്കലും യഥാർത്ഥ വിശ്വാസിയാവാൻ യോഗ്യത നേടിയവനല്ല എന്ന ഗുണപാഠം നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട്. ഇനിയുമുണ്ട് ഹിജറയുടെ പാഠങ്ങൾ. തവക്കുലിൻ്റെ പാഠമാണ് ഹിജറ പകർന്നു തരുന്നത്. തവക്കുൽ എന്ന് പറഞ്ഞാൽ വരുന്നത് പോലെ വരട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് എല്ലാം അങ്ങ് ഈസിയായി കാണലല്ല. ഒരു വിഷയത്തിൽ തനിക്കെന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്തതിൻ്റെ ശേഷം ബാക്കിയുള്ള കാര്യങ്ങളിൽ തവക്കുലാക്കണം എന്നുള്ളതാണ് ഇസ്ലാമിലെ യഥാർത്ഥ തവക്കുലെന്ന് പലവരും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കൂ, ഹിജറക്ക് അനുവാദം കിട്ടിയപ്പോൾ എൻ്റെ റബ്ബ് പറഞ്ഞിട്ടല്ലേ ഞാൻ പോകുന്നത്, ഇനി റബ്ബ് നോക്കിക്കോളും എന്ന് പറഞ്ഞിട്ട് യാതൊരു മുൻകരുതലുകളും എടുക്കാതെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടുന്നത്. മറിച്ച് മദീനയിൽ സുരക്ഷിതത്വത്തോടുകൂടി എത്താൻ ആവശ്യമായ ഏതെല്ലാം മുൻകരുതലുകൾ താൻ സ്വീകരിക്കേണ്ടതുണ്ടോ ആ കാരണങ്ങളൊക്കെ നമ്പറുകളായി ഓരോന്നോരോന്ന് പൂർണ്ണമായി നിർവഹിച്ചതിൻ്റെ ശേഷമാണ് അവിടുന്ന് റബ്ബിൽ തവക്കുലാക്കിയിട്ടുള്ളത്. അതാണ് നമുക്ക് തവക്കുലിൻ്റെ പാഠമായി ഇതില്ലെന്ന് മനസ്സിലാക്കുവാനുള്ള രണ്ടാമത്തെ വശം. മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്നോ, ഒരു വിശ്വാസിയുടെ വിശ്വാസ മേഖലയിൽ അവൻ ചിന്തിക്കേണ്ടത് എനിക്ക് എൻ്റെ ദുന്യാവല്ല വലുത്, എനിക്കെൻ്റെ ദീനാണ് വലുത് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബികളും അടക്കം മുഴുവൻ ആളുകളും മദീനയിലേക്ക് പോയപ്പോൾ അവരുടെ മാലും അതുപോലെ തന്നെ അവരുടെ എല്ലാ സമ്പത്തും സൗകര്യങ്ങളുമൊക്കെ വേണ്ടെന്ന് വെച്ച് മക്കയിലിട്ടേച്ചുകൊണ്ട് വെറും കൈയോടെയാണ് പലരും. സമ്പന്നരായ ആളുകൾ പോലും വെറും കൈയോടെയാണ്, ഇട്ട് ധരിച്ചിട്ടുള്ള ഉടുതുണിയുമായി കൊണ്ടാണ് പലരും മദീനയിലേക്ക് ഹിജറ പോയത്. എന്തേ കാരണം? അവർക്ക് ഈ ദുന്യാവല്ല വലുത്, അവർക്ക് ദീനായിരുന്നു വലുത് എന്ന് നമ്മൾ ചിന്തിക്കുക. അള്ളാഹുവിൻ്റെ റസൂലിനോട് സ്നേഹമുണ്ടെന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന നമ്മൾ ആലോചിക്കുക. ആ റസൂല് പഠിപ്പിച്ച വിശ്വാസം, ആ റസൂല് പഠിപ്പിച്ച ആചാരങ്ങൾ, ആ റസൂല് പഠിപ്പിച്ച സംസ്കാരം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പകർത്തുവാൻ എത്രത്തോളം നമ്മളൊക്കെ സ്നേഹം കാണിക്കുന്നുണ്ട്, എത്രത്തോളം നമ്മളൊക്കെ ശ്രദ്ധ കാണിക്കുന്നുണ്ട് എന്ന് അവരവരെ കുറിച്ച് ചിന്തിച്ച് ഈ ഹിജറയിൽ നിന്ന് സഹാബാക്കൾ കാണിച്ച ആത്മാർത്ഥമായ സത്യസന്ധമായ സ്നേഹത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകൊണ്ട് വരുംകാല ജീവിതത്തിൽ യഥാർത്ഥമായ ഒരു വിശ്വാസിയായി കൊണ്ട് ജീവിക്കാൻ നമ്മളെല്ലാവരും തയ്യാറെടുക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് കരുത്ത് നൽകുമാറാകട്ടെ, ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ, അപാകതകൾ പുറത്തു തരുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു
وعلى آله وصحبه ومن تبع هديه. أما بعد فأوصيكم عباد الله ونفسي بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല തഖ്വ നമുക്കെല്ലാം വർദ്ധിപ്പിച്ചിരുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആ കാലഘട്ടത്തിൽ നടന്ന ഒരു രാജ്യം വിട്ടുകൊണ്ടുള്ള മറ്റൊരു രാജ്യത്തിലേക്കുള്ള ഹിജറക്ക് പകരം ഇന്ന് നമ്മുടെ മുമ്പിൽ ഇന്നും പ്രസക്തമായ ഹിജറയാണ്. ഒരു പ്രദേശം വിട്ട് മറ്റൊരു പ്രദേശത്തേക്ക് പോകേണ്ട കാര്യം ഇന്ന് നമുക്കില്ലെങ്കിലും ഒരാദർശം വിട്ട് മറ്റൊരാദർശത്തിലേക്കുള്ള യാത്ര, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കുള്ള യാത്ര, അനീതിയിൽ നിന്ന് നീതിയിലേക്കും അധർമ്മങ്ങളിൽ നിന്ന് ധർമ്മത്തിലേക്കും അശ്ലീലതകളിൽ നിന്ന് ശ്ലീലതകളിലേക്കും യഥാർത്ഥമായ വിശ്വാസത്തിലേക്കും യഥാർത്ഥമായ ചര്യകളിലേക്കുമൊക്കെ നമ്മൾ ഹിജറ പോകേണ്ടതുണ്ട്. അഥവാ നമ്മൾ ഇന്നത്തെ ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം ഹറാമുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ, റബ്ബിന് ഇഷ്ടമില്ലാത്തത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ, അതൊക്കെ വെടിഞ്ഞുകൊണ്ട് റബ്ബിൻ്റെ തൃപ്തിയുള്ള മേഖലയിലേക്ക് മാത്രമേ നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ടുപോകാവൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻഹു. ഒരു യഥാർത്ഥത്തിലുള്ളൊരു മുഹാജിറിനുണ്ടായിരിക്കേണ്ട ഗുണമെന്താണ്? ഹിജറ പോവുക എന്ന് പറഞ്ഞാൽ മൻ ഹജറ, അവൻ ഉപേക്ഷിച്ചവനാണ്. മാ നഹല്ലാഹു അൻഹു, അല്ലാഹു വിലക്കിയിട്ടുള്ള കാര്യങ്ങളെ ഒഴിവാക്കുന്നവനാണ് മുഹാജിർ. റബ്ബ് വിരോധിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുവാൻ ഈ ഹിജറ നമുക്ക് പാഠമാകണം. പുതിയൊരു മാസത്തിലേക്ക് മുഹറമിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏത് ഘട്ടത്തിലും നമ്മൾ പിറവി കാണുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാം റബ്ബി വ റബ്ബുക്കല്ലാഹ് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. നമ്മൾ അള്ളാഹുവിനോട് ഓരോ മാസത്തിൻ്റെയും തുടക്കത്തിൽ ചോദിക്കുന്നത് നിർഭയത്വമുള്ള ഒരു ജീവിതം അമ്ന് തരണം എന്നാണ്. വിശ്വാസ വിശുദ്ധിയും സുദൃഢതയുമുള്ള ഈമാനികമായ ഒരു മാനസികാവസ്ഥ തരണം എന്നാണ്. ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും ദീനിലും ദുന്യാവിലും എനിക്ക് രക്ഷയും സുരക്ഷയും ഏർപ്പെടുത്തി തരണമെന്ന് സലാമത്ത് ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ യഥാർത്ഥ മുസ്ലിമായി കൊണ്ട് ജീവിക്കുന്ന ഒരു ഇസ്ലാമിക ജീവിതം എനിക്ക് പ്രദാനം ചെയ്യണം എന്ന് ചോദിക്കുന്നുണ്ട് അള്ളാഹുവിനോട്. ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ആ അർത്ഥത്തിലൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള മുസ്ലിമീങ്ങളായി തുടർന്നുള്ള വർഷത്തിലും കാലങ്ങളിലുമൊക്കെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അസഹനീയമായ പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. اللهم سدد خطى والدنا حاكم الشارقة يا ذا الجلال والإكرام. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار والحمد لله رب العالمين.